ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ വിവാഹമാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം കാണുന്നത്. മാത്രമല്ല ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് മൊത്തോ ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഒക്കെ നിങ്ങൾ പുറത്തേക്ക് പോയി നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രിപ്പ് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാവാം, നിങ്ങൾ ബീച്ചിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യുന്നതാവാം. മാത്രമല്ല നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും അതിൽ നിങ്ങൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൗസ് വാമിങ്ങിൽ പങ്കെടുക്കുന്നതാവാം. അപ്പോൾ നിങ്ങൾ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പരാതി പറയുമ്പോൾ പരാതി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി പറയാനുള്ള ആ ഒരു കാര്യങ്ങളെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ജേണൽ എഴുതാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതായത് ഈ ഒരു സമയം നമുക്ക് ഉള്ള കാര്യങ്ങളും നമുക്ക് വരാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങളെ ശരിക്കും പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം, ചിലപ്പോൾ അതൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ജീവിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അത് തിരിച്ചു പിടിക്കണം എന്നിവിടെ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കടബാധ്യതകളൊക്കെ വന്ന് വിറ്റുപോയ വസ്തുവോ വീടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഹനമോ അങ്ങനെയൊക്കെ ആവാം. ചില ആളുകൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്ത ഒരു ജോലി അത് നഷ്ടപ്പെട്ട ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇതൊരു വ്യക്തികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ
നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്. ഇതൊന്നും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആണെന്നാണ്. അതിന് കാരണം നിങ്ങൾക്കിവിടെ വലിയ സ്വപ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ സ്വപ്നങ്ങളിൽ നിങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വേറൊരു വലിയ കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരുടെ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ തന്നെ മാറ്റുക. കാരണം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആയിരുന്നാലും, ചിലപ്പോൾ ഒരുപാട് ബാധ്യതകളിൽ ഇരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ആയാലും അതിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വിറ്റ് ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ബിസിനസ്സിലൊക്കെ മാറ്റം തീർച്ചയായിട്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ മുന്നോട്ടുള്ള ആ ഒരു വഴി കാണിക്കുന്നതിനായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രകാശം ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്ന ആ ഒരു സോള് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് നിങ്ങൾ തുടർന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ഒന്ന് തനിയെ മാറിയിരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനുമൊക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ഈ ഒരു സമയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചതാവാം. നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു ഓഫർ ആയിരിക്കാം നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. മാത്രമല്ല നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടിയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. വളരെ ധൈര്യത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ഇരിക്കാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ഓഫർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിരാശയിലിരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്.
നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരുമെങ്കിലും ചില ആൾക്കാർക്ക് എല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ കാണാതെ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിവിടെ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ സക്സസ്സിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും ഈ സമയം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവർ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുമെന്നുള്ളതാണ്. ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല. നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഈ ഒരു സമയം നിങ്ങളിൽ ചിലർ അങ്ങനെയൊരു സിറ്റുവേഷനിൽ ആണെന്നാണ്. നിങ്ങൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉള്ളൊരു സമയമാണ്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെഡിറ്റേഷനാണ് പറയുന്നത്. ഈ സമയം നിങ്ങളിൽ കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ക്ഷീണമൊക്കെ ഉള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു സമാധാനത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളൊന്നുകിൽ ഒരു ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി ലെവല് നിങ്ങൾക്ക് സ്റ്റഡിയാക്കി വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നുമൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെയും ഹീല് ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹവും കരുണയുമൊക്കെ ചെയ്യണം എന്നാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും ഈ സമയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലവിങ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. പിന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സമയത്തെ നിങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങൾ കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ
ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് നടക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷനൊക്കെ ചിലപ്പോൾ പോകുന്നതാവാം. കാരണം ഇവിടെ 4 ഓഫ് വാൺസും 3 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തെന്നാൽ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിപ്പിനൊരു അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം, മുടങ്ങിക്കിടന്നിരുന്ന എന്തോ ഒരു കാര്യം, അത് പൂർത്തിയായി എന്നാണ്. അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഏതെങ്കിലും എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നതോ അത്തരത്തിൽ ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങളൊന്ന് കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. കുറേ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾ ഹീല് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൺഗാഡ് ഒരു പുതിയ തുടക്കം ഒക്കെയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ എനർജി വളരെ പവർഫുൾ എനർജിയാണ്. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകതയുണ്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം. നിങ്ങളുടെ സംസാര രീതി നല്ലതാണ് എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുമായിരിക്കാം. അതിനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുക്കലിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ കുറേ ആളുകൾ ആഗ്രഹിക്കും എന്നാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഫിസിക്കലി നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ്.
എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കാരണം മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. ഇതിൽ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പലപ്പോഴും അത് നിങ്ങൾക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഈ സമയം. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.